ജെമിനിയൊക്കെ വെച്ച് തന്നെയാണ് അനലൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എടുത്ത നമ്മളുടെ ദ വണ്ടർ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയുന്ന ആദ്യത്തെ ലൈവിനെ നമ്മളുടെ ജെമിനിക്ക് തന്നെ കൊടുത്തിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു 400 വർഷങ്ങൾ കൂടുമ്പോൾ കലണ്ടർ കറക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന വാദം ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോക്കിംഗ് ജെമിനിയായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ജെമിനി പറയുന്നുണ്ട് അതെ, ഈ വാദം ശാസ്ത്രീയമായി ശരിയാണ് എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് വായിക്കാം. അപ്പം ഞാൻ ആ പറഞ്ഞൊരു കാര്യത്തെ ഇവിടെ ജെമിനി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ ഫുൾ ടോക്കണാണ് കേട്ടോ ഇത്, ഫുൾ ട്രാൻസ്ക്രിപ്റ്റ് ആണ്. നമ്മൾ SM-ൻ്റെയും മൊഹസാൻ്റെയൊക്കെ ക്ലാസ്സുകൾ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ക്ലാസ്സിനെ കുറിച്ചും ജെമിനിയോട് ഞാൻ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഇയാളുടെ ക്ലാസ്സുകൾ ഗുണമുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജെമിനി പറയുന്നത് നിങ്ങൾക്കും വായിച്ചു നോക്കാം. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും കൾട്ടുകളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാണ്. ഈ വീഡിയോയിൽ അവതാരകൻ നൽകുന്ന പ്രധാനപ്പെട്ട ഗുണകരമായ അറിവുകൾ താഴെ പറയുന്നവയാണ്. മനഃശാസ്ത്രപരമായ തിരിച്ചറിവ്, എങ്ങനെയാണ് ആത്മീയ തട്ടിപ്പുകാർ മാസ് ഹിപ്നോസിസ് വഴി വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ യുക്തിപരമായ ചിന്താശേഷിയെ മരവിപ്പിക്കുന്നതെന്ന് ഇദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ ക്ലാസ് കാണാൻ മറക്കരുതേ. നമ്മുടെ തലച്ചോറിലെ ക്രിട്ടിക്കൽ മൈൻഡിനെ എങ്ങനെയാണ് അവർ കബളിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ സഹായിക്കും. അത്ഭുതങ്ങളുടെ ശാസ്ത്രീയ വശം, പലപ്പോഴും ആൾദൈവങ്ങൾ കൈവയ്ക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ലഭിക്കുന്ന ആശ്വാസം പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നു. നമ്മുടെ തലച്ചോർ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിൻ, ഡോപ്പമിൻ തുടങ്ങിയ ഹോർമോണുകളാണ് ഈ സുഖത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരം വ്യക്തികൾക്ക് പ്രത്യേക ദൈവിക ശക്തിയില്ലെന്ന് ബോധ്യപ്പെടും. ഇനി ഭയത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നത്. അപ്പോൾ ഭയത്തെ അതിജീവിക്കൽ തങ്ങളെ വിട്ടുപോയാൽ ശാപം ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിന് ആപത്ത് സംഭവിക്കും എന്ന രീതിയിൽ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഭയത്തിൻ്റെ പശ ഇദ്ദേഹം തുറന്നു കാട്ടുന്നു. അമിഗ്ദല എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്തെ ഉത്തേജിപ്പിച്ച് എങ്ങനെയാണ് അവർ ഭയത്തിലൂടെ ആളുകളെ അടിമകളാക്കുന്നത് എന്ന് പഠിക്കുന്നത് സ്വയം ശാക്തീകരണത്തിന് സഹായിക്കും. സ്വയം പര്യാപ്തത, സെൽഫ് എംപവർമെൻറ്റ്, സമാധാനവും മാനസിക സന്തോഷവും കണ്ടെത്താൻ ഒരു ഇടനിലക്കാരൻ്റെയോ പണം നൽകുന്ന ക്ലാസ്സുകളുടെയോ ആവശ്യമില്ലെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സ്വന്തമായി 10 മിനിറ്റ് ശാന്തമായിരിക്കാനും ചിന്തകളെ ക്രമീകരിക്കാനും പഠിക്കുന്നതിലൂടെ മറ്റൊരാളുടെ സഹായമില്ലാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. 5. കപടശാസ്ത്രങ്ങളെ തിരിച്ചറിയുക. ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള പല കാര്യങ്ങളും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തവയാണെന്നും സ്യൂഡോ സയൻസ് ആണെന്നും അവ എങ്ങനെയാണ് ബിസിനസ് മോഡലുകളായി പ്രവർത്തിക്കുന്നതെന്നും ഇദ്ദേഹം യുക്തിയോടെ വിശദീകരിക്കുന്നു. ചുരുക്കത്തിൽ, ഒരാൾ അന്ധമായ ഒരു ഗ്രൂപ്പിലെയോ വ്യക്തിയെയോ പിന്തുടരുന്നതിന് പകരം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ ഈ ക്ലാസ്സുകൾ പ്രേരിപ്പിക്കുന്നു. സമൂഹത്തിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മാനസിക ആരോഗ്യം നിലനിർത്താനും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ തീർച്ചയായും ഗുണകരമാണ്. എന്നാൽ അവതാരകൻ തന്നെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ വാക്കും അന്ധമായി വിശ്വസിക്കാതെ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് പരിശോധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, അതും ഇയാൾ പറയുന്നുണ്ടോ? അതെ, ഇദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ വാക്കുകൾ പോലും അന്ധമായി വിശ്വസിക്കരുതെന്ന് വീഡിയോയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. അന്ധമായി വിശ്വസിക്കരുത്. എന്നെ മാത്രം നിങ്ങൾ കേട്ടുകൊണ്ട് ജഡ്ജ് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പകരം ഞാൻ പറയുന്ന കാര്യങ്ങളിലെ വസ്തുത എടുക്കുക, അത് അന്വേഷിക്കുക എന്ന് 1 മണിക്കൂർ 42 മിനിറ്റിൽ ആ ഒരു സമയത്ത് പറയുന്നുണ്ട്. യുക്തി ഉപയോഗിക്കുക. താൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യാനുള്ള പൂർണ്ണ അവകാശം കേൾക്കുന്നവർക്കുണ്ടെന്നും തന്നോട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് ഒരാൾ പറയുന്നത് കേട്ട് അത് വിഴുങ്ങുന്നതിന് പകരം ഇയാൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചിന്തിക്കാനുള്ള ക്രിട്ടിക്കൽ മൈൻഡ് വളർത്തിയെടുക്കുവാനാണ് അദ്ദേഹം പ്രേരിപ്പിക്കുന്നത്. സ്വയം അന്വേഷിക്കുക. ഈ ലോകത്ത് അറിവുള്ള ഒരുപാട് പേരുണ്ടെന്നും താൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഗൂഗിളിലോ ഡോക്ടർമാരോടോ ചോദിച്ച് ബോധ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, തന്നെ ഒരു ഗുരുവായി കണ്ട് ആരാധിക്കാനല്ല, മറിച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തട്ടിപ്പുകളെ തിരിച്ചറിയാൻ നിങ്ങളെ പ്രാപ്തരാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഇയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാപരവും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ഏലിയൻ ടെക്നോളജി എന്നാണ് പറഞ്ഞതെങ്കിലും അളിയൻ ടെക്നോളജി എന്നാണ് വന്നത്. ഓക്കെ, അളിയൻ ടെക്നോളജിയൊക്കെ ഇയാൾ പറയുന്നു. പിന്നെ ഏതോ ടൈപ്പ് 2 എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. സിമ്പിളായി സാധാരണക്കാർക്ക് മനസ്സിലാക്കി തരാനുള്ള ഉഡായിപ്പ് ശ്രമം ആണോ എന്ന് സംശയിക്കുന്നു. അപ്പോൾ ജെമിനിയുടെ മറുപടി, നിങ്ങളുടെ സംശയം ന്യായമാണ്. ഒരാൾ വളരെ ആധികാരികമായി സംസാരിക്കുമ്പോൾ അതിൽ ഉഡായിപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലൊരു ശീലമാണ്. ഈ വീഡിയോയിലെ കാര്യങ്ങൾ ശാസ്ത്രീയമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കർദേഷേവ് സ്കെയിൽ. ഈ ഒരു സ്കെയിലിനെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. കർദേഷേവ് സ്കെയിൽ ടൈപ്പ് 1, 2, 3. ഇദ്ദേഹം പറയുന്ന ടൈപ്പ് 1, 2 എന്ന് പറയുന്നത് വെറും ഭാവനയല്ല,
1964 നിക്കോളായ് കർദാഷേവ് എന്ന് പറയുന്ന സോവിയറ്റ് ജ്യോതിശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച ഒരു യഥാർത്ഥ ശാസ്ത്രീയ സിദ്ധാന്തമാണ്. ഒരു നാഗരികത എത്രത്തോളം ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവയെ മൂന്നായി തരംതിരിക്കുന്നത്. ടൈപ്പ് 1 സ്വന്തം ഗ്രഹത്തിലെ മുഴുവൻ ഊർജ്ജവും ഉപയോഗിക്കാൻ കഴിയുന്നവർ. ടൈപ്പ് 2 സ്വന്തം നക്ഷത്രത്തിൻ്റെ, അതായത് നമ്മുടെ കാര്യത്തിൽ സൂര്യൻ്റെ മുഴുവൻ ഊർജ്ജം ഉപയോഗിക്കാൻ കഴിയുന്നവർ. ടൈപ്പ് 3 സ്വന്തം ഗാലക്സിയിലെ മുഴുവൻ ഊർജ്ജവും നിയന്ത്രിക്കുന്നവർ. ഇത് ശാസ്ത്രലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മനുഷ്യൻ ഇതുവരെ ടൈപ്പ് 1 പോലും എത്തിയിട്ടില്ല എന്ന ഇദ്ദേഹത്തിൻ്റെ വാദം ശരിയാണ്. 2. അന്യഗ്രഹ ജീവികളും സാങ്കേതിക വിദ്യയും, ഏലിയൻ ടെക്നോളജി. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇദ്ദേഹം അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നോ അവർ ഇവിടെ വരുന്നുണ്ടെന്നോ ഉറപ്പിച്ച് പറയുന്നില്ല. പകരം അദ്ദേഹം ചെയ്യുന്നത് ഇതാണ്: സിദ്ധാന്തങ്ങൾ, വോം ഹോൾ, വാർപ്പ് ഡ്രൈവ്, ഡൈസൺ സ്പിയർ എന്നിവയെല്ലാം സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിലെ തിയോററ്റിക്കൽ ഫിസിക്സിലെ ആശയങ്ങളാണ് എന്ന് പറയുന്നു. തുറന്നു പറച്ചിൽ. വീഡിയോയുടെ 2:50 മുതൽ 3:1 വരെയുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇതിനൊന്നും തെളിവില്ല, നോ പ്രൂഫ്, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഭാവനകൾ, ഇമാജിനേഷൻ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ പറയുന്നു? ആത്മീയ തട്ടിപ്പുകാർ പലപ്പോഴും ഫ്രീക്വൻസി, എനർജി, ക്വാണ്ടം, അന്യഗ്രഹ ശക്തികൾ തുടങ്ങിയ ശാസ്ത്രീയ പദങ്ങൾ ഉപയോഗിച്ച് ആളുകളെ പേടിപ്പിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പദങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും ശാസ്ത്രം ഇതിനെക്കുറിച്ച് എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്നും സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് അദ്ദേഹം ഇത് പറയുന്നത്. മനഃശാസ്ത്രപരമായ അടിത്തറ. ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ, ഡോപ്പമിൻ, പ്ലാസിബോ എഫക്റ്റ്, അബദ്ധ, കൺഫർമേഷൻ ബയാസ്, പൂർണ്ണമായും ആധുനിക മനഃശാസ്ത്രവും ജീവശാസ്ത്രവും അംഗീകരിച്ചവയാണ്. ഇതിലൊന്നും ഉഡായിപ്പില്ല. ചുരുക്കത്തിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ശാസ്ത്ര അധ്യാപകനല്ല, മറിച്ച് മനഃശാസ്ത്ര തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആളുകളെ എങ്ങനെ കബളിപ്പിക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു ഡിബങ്കറാണ്. ശാസ്ത്രീയമായ പദങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ അതേ നാണയത്തിൽ നേരിടാനാണ് അദ്ദേഹം ഈ ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നത്. എങ്കിലും അദ്ദേഹം തന്നെ പറയുന്ന പോലെ എൻ്റെ വാക്കുകൾ പോലും നിങ്ങൾ സ്വയം അന്വേഷിച്ച് ബോധ്യപ്പെടുക. ഇതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയമായ സമീപനം. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നും ഇദ്ദേഹം ഒരു ബെറ്ററായ ആളാണോ അതോ മോശമായ ആളാണോ? ഇയാൾക്ക് ഇതിലൂടെ വരുമാനമൊന്നുമില്ല. തീർച്ചയായും എനിക്ക് വരുമാനമൊന്നുമില്ല കേട്ടോ, അത് പറയേണ്ട ആവശ്യമുള്ള കാര്യം തന്നെയാണ്. മണിക്കൂറുകളാണ് ക്ലാസ്. കൂടാതെ ലാസ്റ്റ് ഭാഗത്ത് ഇരകളോടുള്ള സമീപനവും കാണാം. നോക്കി വിശദീകരിച്ച് പറയൂ, ഇയാൾ സാമ്പത്തിക ലക്ഷ്യമോ എന്തെങ്കിലും തരത്തിൽ ഗുരു കോംപ്ലക്സോ കാണിക്കുന്നുണ്ടോ? ചോദിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിലെ അവതാരകൻ്റെ പെരുമാറ്റം, സംസാര രീതി, ഇരകളോടുള്ള സമീപനം എന്നിവ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഒരു ബെറ്ററായ വ്യക്തി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായി കണക്കാക്കാൻ താഴെ പറയുന്ന വസ്തുതകൾ സഹായിക്കും. ഇരകളോടുള്ള സമീപനം. വീഡിയോയുടെ അവസാന ഭാഗത്ത് അഞ്ജു എന്ന സ്ത്രീ തൻ്റെ അവസ്ഥ വിവരിക്കുമ്പോൾ ഇദ്ദേഹം നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. താൻ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേടും കുറ്റബോധവും കാരണം പലരും കൾട്ടുകളിൽ നിന്ന് പുറത്തു കിടക്കില്ല. എന്നാൽ ഇദ്ദേഹം അവരോട് പറയുന്നത്, നിങ്ങളൊരു നിഷ്കളങ്കയായ വ്യക്തിയാണ്, നിങ്ങളെ പറ്റിക്കാൻ പറ്റിയത് നിങ്ങളുടെ ബുദ്ധിക്കുറവല്ല, മറിച്ച് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ്. ഇത് 3:18 3:18. ഇരകളെ കുറ്റപ്പെടുത്താതെ അവർക്ക് മാനസികമായ പിന്തുണ നൽകുന്നത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. ഗുരു കോംപ്ലക്സ് ഉണ്ടോ? സാധാരണ ആൾ ദൈവങ്ങൾ പറയുന്നത് ഞാനാണ് അന്തിമ സത്യം, എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നാണ്. എന്നാൽ ഇദ്ദേഹം ഇതിൻ്റെ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, തന്നെ വിശ്വസിക്കരുതെന്നും തന്നെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ആശ്രയത്വം ഒഴിവാക്കൽ, തൻ്റെ ക്ലാസ് പോലും മണിക്കൂറുകളോളം കേട്ടിരിക്കേണ്ടതില്ലെന്നും സ്വന്തമായി 10 മിനിറ്റ് ശാന്തമായി ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഒരു ഗുരുവായി മാറുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും പറയില്ല. സാമ്പത്തിക ലക്ഷ്യം, മണിക്കൂറുകളോളം ക്ലാസ് എടുത്തിട്ടും ഇതിലൂടെ പണം വാങ്ങുന്നില്ല എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ സൂചിപ്പിക്കുന്നു. ആത്മീയ തട്ടിപ്പുകാർ ബ്ലെസ്സിങ്ങിനും ഹോമങ്ങൾക്കും വൻതുക ഈടാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ വെറും ബിസിനസ് മോഡലുകളാണെന്ന് അദ്ദേഹം തുറന്നു കാട്ടുന്നു. തൻ്റെ ഉപജീവനത്തിന് മറ്റ് ജോലികളുണ്ടെന്നും ഇത് തൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വിസിൽ ബ്ലോവർ. തട്ടിപ്പ് ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറി സത്യം പുറത്തു കൊണ്ടുവന്ന സത്യദാസിനെ പോലുള്ളവരെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു. അറിവില്ലാത്ത സാധാരണക്കാരെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തനിക്ക് ലഭിക്കുന്ന ഭീഷണികളെ വകവയ്ക്കാതെ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗട്ട്സ് കാണിക്കുന്നു. എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇദ്ദേഹം ഒരു ഉഡായിപ്പായിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്നത് സ്വയം ചിന്തിക്കാനാണ്. ഒരു തട്ടിപ്പുകാരനും തൻ്റെ അനുയായികൾ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടില്ല. കൺക്ലൂഷൻ. ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു സോഷ്യൽ എഡ്യൂക്കേറ്ററാണ്. മണിക്കൂറുകൾ നീളുന്ന ക്ലാസുകൾ എടുക്കുന്നത് സാധാരണക്കാരെ കാര്യങ്ങൾ ആഴത്തിൽ ബോധ്യപ്പെടുത്താനായിരിക്കാം. തൻ്റെ മുൻപിൽ വരുന്ന ഇരകളോട് വളരെ മാന്യമായും ദയയോടുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ഗുരുവായി ആരാധിക്കപ്പെടുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നതും ശാസ്ത്രീയമായ കാര്യങ്ങൾ ലളിതമാക്കി തട്ടിപ്പുകൾ തുറന്നു കാട്ടുന്നതും ഇദ്ദേഹത്തെ വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നു.
എങ്കിലും ഇദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഇദ്ദേഹത്തെയും ഒരു അമാനുഷിക ശക്തിയായി കാണരുത്, മറിച്ച് അദ്ദേഹം നൽകുന്ന അറിവ് ഉപയോഗിച്ച് സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാകുക. അപ്പോൾ നമ്മുടെ വീഡിയോസും നമ്മൾ ജെമിനിക്ക് കൊടുത്തിട്ട് അനലൈസ് ചെയ്യും. പറയുന്ന കാര്യങ്ങളൊക്കെ ജെമിനി ഉള്ളതുള്ളതുപോലെ പറയുമല്ലോ അല്ലേ. എന്നാലും ഒരിക്കൽ കൂടി ചോദിക്കാം, ഇയാൾ ഉഡായിപ്പാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കാമല്ലേ. ഇയാൾ ഉഡായിപ്പ് ആണെങ്കിലോ അല്ലേ, നെഗറ്റീവായിട്ടും കൂടെ ജെമിനിക്കൊരു ഇൻപുട്ട് കൊടുക്കാം. ലൈവാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ജെമിനി എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജെമിനി ഏകദേശം 3 മണിക്കൂറുള്ള വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കൂ. നിങ്ങളുടെ സംശയം വളരെ പ്രസക്തമാണ്. ഒരു വ്യക്തി യുക്തിയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നതുകൊണ്ട് മാത്രം അയാൾ 100% ശരിയാകണമെന്നില്ല. യുക്തിവാദി ചമയുന്ന ഉഡായിപ്പുകൾ ഇന്ന് സമൂഹത്തിൽ കുറവല്ല. ഈ വ്യക്തി ഒരു ഉഡായിപ്പാണ് എന്ന് പരിശോധിക്കാൻ നമുക്ക് താഴെ പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം. പണം എന്ന ഘടകം. ഒരു തട്ടിപ്പുകാരൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം പണമായിരിക്കും. ഇപ്പോൾ ഈ ക്ലാസ്സുകൾ സൗജന്യമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക കോഴ്സ്, പുസ്തകം അല്ലെങ്കിൽ രഹസ്യവിദ്യ എന്നിവയ്ക്കായി പണം ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിലവിൽ അദ്ദേഹം പണം വാങ്ങുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള പോസിറ്റീവായ കാര്യമാണ്. അടിമത്തം ഉണ്ടാക്കുന്നുണ്ടോ? തട്ടിപ്പുകാർ എപ്പോഴും ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് അവരെ പേടിപ്പിക്കാനോ അവരിൽ അടിമപ്പെടുത്താനാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്നെ പോലും കേൾക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായി 10 മിനിറ്റ് ഇരുന്നാൽ മതി എന്നാണ്. നിങ്ങളെ സ്വതന്ത്രനാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനല്ല. തെറ്റായ അറിവുകൾ നൽകുന്നുണ്ടോ? അദ്ദേഹം പറയുന്ന കാർദേഷ്യോ സ്കെയിൽ പോലുള്ളവ ശാസ്ത്രീയമാണ്, എന്നാൽ അവയെ അദ്ദേഹം തൻ്റെ അറിവ് കാണിക്കാനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാം. എങ്കിലും താൻ പറയുന്ന കാര്യങ്ങൾ ഗൂഗിളിലോ ഡോക്ടർമാരോടോ ചോദിച്ച് ബോധ്യപ്പെടാൻ അദ്ദേഹം തന്നെ പറയുന്ന ഒരു തട്ടിപ്പുകാരൻ്റെ സ്വഭാവമല്ല. തട്ടിപ്പുകാർ എപ്പോഴും പറയും, ഗൂഗിളിൽ നോക്കരുത്, അത് വിശ്വസിക്കരുത്, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക എന്ന്. ഗുരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എവിടെയെങ്കിലും എനിക്ക് പ്രത്യേക സിദ്ധി ഉണ്ടെന്നോ ഞാൻ ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണോ എന്നുള്ള അവകാശവാദങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അദ്ദേഹം തൻ്റെ പരിമിതികൾ, താൻ സാധാരണ ഒരു IT ജീവനക്കാരനാണെന്നും എല്ലാം അറിയുന്നവല്ലെന്നും തുറന്നു പറയുന്ന ഒരു നല്ല സൂചനയാണ്. ശ്രദ്ധ നേടാനുള്ള ശ്രമമാണോ? ചിലപ്പോൾ പണമല്ല ലക്ഷ്യമെങ്കിലും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ശ്രദ്ധയും ആരാധനയും ചിലർക്ക് ലഹരിയായിരിക്കും. മണിക്കൂറുകളോളം ലൈവിലിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമാകാം. എന്നാൽ ഇത് സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യത്തിനാണെങ്കിൽ അതിനെ ഉഡായിപ്പെന്ന് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: അദ്ദേഹത്തിൻ്റെ അറിവിനെ മാത്രം എടുക്കുക. അദ്ദേഹം നൽകുന്ന മനഃശാസ്ത്രപരമായ അറിവുകൾ, പ്ലാസിബോ, ഡോപ്പമിൻ, കൺഫർമേഷൻ ബയാസ് ശരിയാണ്. അതുപയോഗിച്ച് കൾട്ടുകളെ തിരിച്ചറിയുക, അന്ധമായി വിശ്വസിക്കരുത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി പരിശോധിക്കുക. ഭയം വേണ്ട, ഇദ്ദേഹം നിങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇദ്ദേഹം സുരക്ഷിതനായ ഒരു ഉപദേശകനാണ്. അപ്പോൾ ഇതാണ് എന്നെക്കുറിച്ച് ജെമിനി പറയുന്നത്, എൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് പറയുന്ന ഒരു പ്രൂഫ് തരാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സുകളൊക്കെ ഉണ്ട്, സ്വന്തമായിട്ടുള്ള ഹിപ്നോസിസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ അത് നമുക്ക് അല്ലാതെ തന്നെ പറയാമല്ലോ, പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്നെക്കുറിച്ചും ഞാൻ തന്നെ ചോദിച്ച് വിലയിരുത്തണമല്ലോ, അല്ലെങ്കിൽ പറയില്ലേ അവൻ ബാക്കിയുള്ളവരെയൊക്കെ ഇതുപോലെ AI ഇട്ട് കൊന്നതാണ്, എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കലില്ലേ എന്ന്. അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.